ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശൻ കണക്കൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല CPM-ൻ്റെ പോലെയെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ആ ശുഭപ്രതീക്ഷ പങ്കുവച്ചത് 5 ജില്ലകളിൽ, അതായത് UDF-ന് വലിയ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞത് മാത്രമല്ല, അതിന് അദ്ദേഹം ഉപോത്ബലകമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 ജില്ലകളിലായിട്ടുള്ള 43 സീറ്റുകൾ അതിൽ ഏതാണ്ട് തൂത്തുവാരും UDF എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് 5 ജില്ലകൾ, അവിടെ എത്രത്തോളം സാധ്യതകളുണ്ട് UDF-ന് എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞ് ഈ വീഡിയോ മിക്കവാറും പുറത്തേക്ക് വരുമ്പോഴേക്കും ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എങ്കിൽ കൂടി ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിനെ കുറിച്ചാണ്. ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഒരു 179 അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം എന്ന് മാത്രമാണ്. കൂടാതെ അതിൽ 179 രൂപയുടെ ഉണ്ട്, 359 രൂപ, അങ്ങനെ ലെവൽ 2 ലെവൽ 3 പോലെയുള്ള പല സ്കീംസ് ഉണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായി കഴിയുന്നവർക്ക് അത്തരത്തിലുള്ളത് സപ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല ഒരൊറ്റത്തവണത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. താല്പര്യമുള്ളവർക്ക് നമ്മളോട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറയുന്നു. ഇനി അടുത്തൊരു കാര്യം, ഈ 5 ജില്ലകളിലായിട്ടുള്ളത് ടോട്ടൽ 43 സീറ്റുകളാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് വയനാട് 3 എണ്ണമുണ്ട്, ഇടുക്കിയിലും പത്തനംതിട്ടയിലും 5 10 സീറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ 15 സീറ്റുകളായി. പിന്നെ എറണാകുളത്തും മലപ്പുറത്തും കൂടിയിട്ട് 30 സീറ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ 43 സീറ്റുകളാണ് ടോട്ടൽ വരുന്നത്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും 5 വയനാട് 3, അങ്ങനെ 13 സീറ്റുകൾ പ്ലസ് 30 സീറ്റുകൾ, അപ്പോൾ 43 സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2021 24 സീറ്റുകൾ UDF-നായിരുന്നു, LDF-ന് 19 സീറ്റുകളുമാണ് കിട്ടിയിരുന്നത്. അതായത് വലിയ നേട്ടം LDF ഉണ്ടാക്കിയിട്ടുള്ള 99 സീറ്റുകൾ നേടിയ ഘട്ടത്തിൽ പോലും 19 സീറ്റുകൾ മാത്രമേ ഈ ജില്ലകളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ജില്ലകൾ അല്ലെങ്കിൽ തന്നെ ഒരു UDF അനുകൂല ജില്ലകളാണ് എന്നുള്ളത് നമുക്ക് കാണാം. 2016 LDF-ന് കിട്ടിയത് വെറും 18 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നിങ്ങൾ അറിയേണ്ടത് എപ്പോഴും തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഗംഭീരമായി പെർഫോം ചെയ്യുന്ന ജില്ലകളല്ല. പക്ഷേ UDF-നെ സംബന്ധിച്ചോളം ഇവിടെ നിന്ന് ഏതാണ്ട് 30-ലധികം സീറ്റുകളെങ്കിലും നേടിയില്ലെങ്കിൽ അവർക്ക് ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 2021 അവർക്ക് കേവലം 24 സീറ്റുകളേ ഉള്ളൂ. മജോറിറ്റി അവർക്കാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അപ്പോഴും 19 സീറ്റ് LDF ഉണ്ട് എന്നുള്ളത് ചുരുക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാടാണ്. വയനാട് ഞാൻ തന്നെ റിസൾട്ട് വിലയിരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ 2-1 ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ OR കോള് ജയിച്ചിട്ടുണ്ട്, അതുപോലെ T സിദ്ദിഖ് ജയിച്ചിട്ടുണ്ട്, IC ബാലകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. T സിദ്ദിഖും IC ബാലകൃഷ്ണനും കോൺഗ്രസ്സുകാരാണെന്ന് നമുക്കറിയാം. പക്ഷേ OR കേളു ഇത്തവണ അവിടെ പരാജയപ്പെടാനാണ് സാധ്യത. അപ്പോൾ അത് 3-0 ആയിട്ട് അവസാനിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് വയനാടിൻ്റെ കാര്യത്തിൽ 3-0 എന്ന് തന്നെയാണ്. രണ്ടാമത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത 2 ചെറിയ ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഇത്തവണ ഉള്ളത് LDF-ന് 4 സീറ്റുകളുണ്ട്, UDF-ന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ. ആ 1 സീറ്റ് നിങ്ങൾക്കറിയാം PG ജോസഫിൻ്റെ സീറ്റാണ്. ബാക്കി 4 തന്നെ LDF തൂത്തുവാരിയിട്ടുള്ള സീറ്റാണ്. പക്ഷേ ആ LDF തൂത്തുവാരിയിട്ടുള്ള സീറ്റുകളിൽ ഇത്തവണ വ്യത്യാസമുണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം അവിടെ ഞാൻ തന്നെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പാഴൂർ സോമൻ മത്സരിച്ച സീറ്റുകളടക്കമുള്ള സീറ്റുകളിലൊക്കെ തന്നെ വ്യത്യാസമുണ്ടാവും. കാരണം ഇടുക്കിയിൽ ഇത്തവണ അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ഒരു കാരണവശാലും തന്നെ LDF-ന് കഴിയാൻ സാധ്യതയില്ല. LDF-ന് നഷ്ടപ്പെടും സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ചില സീറ്റുകൾ അവിടെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു 3 സീറ്റുകൾ മാത്രമാണ്. അതായത് 1 സീറ്റ് എന്തായാലെങ്കിലും കുറയും. ചിലപ്പോൾ രാജ മത്സരിക്കുന്ന സീറ്റ് കൂടി നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഉടുമ്പൻചോലയിലും അതുപോലെ റോഷി അഗസ്റ്റിനും ഒക്കെ തന്നെ ജയിക്കാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ്. അതായത് ഏറ്റവും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ LDF-ന് 2 സീറ്റുകൾ. റോഷി അഗസ്റ്റിന് വലിയ മത്സരമാണ് അവിടെ നേരിടുന്നത്. റോയ് കെ പൗലോസ് എന്ന് പറയുന്ന DC പ്രസിഡന്റാണ്. കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് അവസരം കിട്ടുകയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു 3-2 എത്തും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ UDF-ന് ഉണ്ടായാൽ പോലും. ഉടുമ്പൻചോലയിൽ നമുക്കറിയാം MM മണി മത്സരിച്ചിട്ടുള്ളതാണ്, 39,000 വോട്ട് കിട്ടിയതാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ വളരെ ചെറിയ 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ആ ജയിക്കുമ്പോൾ അവിടെ സേനാപതി വേണുവായിരുന്നു സ്ഥാനാർത്ഥി. ഇത്തവണ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കാൻ കഴിയുന്നത് LDF-ന് ഒരു 2 സീറ്റുകളും UDF-ന് 3 സീറ്റുകളുമാണ് മാക്സിമം എന്നാൽ ഇടുക്കിയിൽ നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന ഒരു കാര്യം.
പിന്നെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ 5-ൽ 5 തന്നെ LDF ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇത്തവണ 5-ൽ LDFന് മാക്സിമം വന്നാൽ 3 എണ്ണമേ കിട്ടാൻ സാധ്യതയുള്ളൂ. UDFനാണ് 2 സീറ്റുകൾ കിട്ടുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റാന്നിയാണ്. റാന്നിയിൽ UDF ജയിക്കാനാണ് സാധ്യത. പ്രമോദ് നാരായണൻ തോക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കോന്നിയിൽ ജനീഷ് കുമാർ തന്നെ ജയിക്കും. ആ കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവില്ല. തിരുവല്ലയിലും മാത്യു ടി തോമസ് തന്നെ ജയിക്കാനാണ് സാധ്യത. അടൂരിൽ അവിടെ പ്രജി കണ്ണനും അതുപോലെ തന്നെ CV ശാന്തകുമാറും ഒക്കെ ആയിട്ടാണ് മത്സരം. പന്തളം പ്രതാപനും ഒക്കെ ആയിട്ടാണ് മത്സരം. അത് പക്ഷേ UDFന് കിട്ടും എന്നുള്ളതാണ്. നേരത്തെ ചിറ്റയം ഗോപകുമാറിൻ്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവിടെ ആകെ എന്ത് സംഭവിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ളത് 2 സീറ്റുകളാണ്. അതായത് കോന്നിയും തിരുവല്ലയുമാണ്. അപ്പോൾ നമുക്കൊരു 2 എന്നുള്ളത് വേണമെങ്കിൽ LDFന് കൊടുക്കാം. ബാക്കി ഉള്ള 3 എണ്ണവും UDFന് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നമ്മൾ ആറന്മുളയും കൂടി വീണ ജോർജ് ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആറന്മുളയിൽ വലിയ ടൈറ്റ് ഫൈറ്റാണ്. ആറന്മുള കൂടി കൊടുത്താലാണ് യഥാർത്ഥത്തിൽ തിരുവല്ലയും കോന്നിയും മാത്രം LDF പിടിച്ചേക്കും. ബാക്കിയുള്ള 3-2 അപ്പോഴും കോന്നിയിൽ എന്തായാലും ജനേഷ് കുമാർ തോക്കാനൊരു സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും കഴിഞ്ഞ തവണ അവിടെ 5-0 ആയിരുന്നു. അതിൽ നിന്നാണ് LDFന് 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നത്. നഷ്ടം തന്നെയാണ്. പക്ഷേ 3-2 എത്തി അവിടെ ജയിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ആകെ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 13 ആ 13-ൽ ശരിക്കും പറഞ്ഞാൽ 9 സീറ്റുകൾ UDFന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. കൂടാതെ മാക്സിമം എന്നുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ നിഗമനത്തിൽ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ 9-4 ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് എറണാകുളത്ത് ഉള്ള പെർഫോമൻസാണ്. എറണാകുളം അല്ല, മലപ്പുറം നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ നോക്കാം. മലപ്പുറം ഈ മലപ്പുറത്തുള്ള പെർഫോമൻസിൽ വേറെ ഡൗട്ടഡ്ലി വേറെ കാര്യമൊന്നുമില്ല. ഞാനിട്ടേക്കുന്നത് 14-2 പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 14-2 ഇത് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു 15 സീറ്റുകൾ അവർക്ക് മാക്സിമം വന്നാൽ UDFന് കിട്ടിയേക്കാം. പൊന്നാനിയിൽ എന്താണെങ്കിലും ജയിക്കാൻ സാധ്യതയില്ല. ഇനി വലിയ ഒരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ 16 സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ നമുക്ക് 15 എന്നുള്ളത് ഇടാം യഥാർത്ഥത്തിൽ. ഇപ്പോൾ അവിടെ നിലവിലുള്ളത് 12-4 അപ്പോൾ അതിൽ 3 സീറ്റുകളെങ്കിലും LDFന് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് നമ്മൾ പറഞ്ഞു, മലപ്പുറത്ത് 15-1 ഇനി അവിടെ 16 സീറ്റുകളാണ് ആകെ ഉള്ളത്. ഇനി എറണാകുളത്ത് ആകെ ഉള്ളത് 14 സീറ്റാണ്. ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് 9-5 എന്ന് പറഞ്ഞാൽ 9 സീറ്റുകൾ അപ്പോഴും UDFന്, 5 സീറ്റുകൾ LDFനാണ്. അവിടെ വലിയ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ കണക്കുകൂട്ടലിൽ ഒരു 11-3 അവിടെ കിട്ടാൻ സാധ്യതയുള്ളത്. 2 സീറ്റുകൾ UDFന് കൂടുതൽ കിട്ടും. അവിടെ ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ സീറ്റ് UDFൻ്റെ കയ്യിലിരുന്നൊരു സീറ്റാണ് പെരുമ്പാവൂർ. അത് ഇത്തവണ LDF പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പെരുമ്പാവൂരെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ കളമശ്ശേരി പിടിച്ചെടുക്കാനുള്ള വൈപ്പിനും അതുപോലെ തന്നെ കൊച്ചിയും കൂടി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വൈപ്പിനും കൊച്ചിയും കളമശ്ശേരിയും കൂടി കിട്ടുമെന്നുള്ളതാണ് LDF വിചാരിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചാലും വൈപ്പിനും കൊച്ചിയും കൂടി ഇത്തവണ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ പോലും ഒരു 11 സീറ്റുകളാണ് ആകെ UDFന് ലഭിക്കുക എന്നുള്ളത് ചുരുക്കം. അപ്പോഴും 3 സീറ്റുകളിലേക്ക് LDFനോട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഏതാണ്ട് 34 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ, അതായത് 11 സീറ്റുകൾ എറണാകുളത്ത് നിന്നും 15 സീറ്റുകൾ മലപ്പുറത്ത് നിന്നും കിട്ടിയാൽ തന്നെ അവർക്ക് 26 സീറ്റുകൾ കിട്ടും. +26 + 9 എന്ന് പറയുന്ന 34 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ UDFന് എത്തിച്ചേരാൻ കഴിയും ഈ 5 ജില്ലകളിൽ എന്നുള്ളത്. പക്ഷെ അതൊരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് 34 സീറ്റുകളിലേക്ക് ഇവിടെ നിന്ന് എത്തിച്ചേർന്നാൽ പിന്നെ കേവലം 37 സീറ്റുകൾ ബാക്കി 9 ജില്ലകളിൽ നിന്ന് പിടിച്ചാൽ മതി എന്ന് പറയുന്ന വലിയൊരു സൗകര്യമുണ്ട്. ആ 37 സീറ്റുകൾ പിടിച്ചാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ അതുപോലും പക്ഷേ ഹെർക്കൂലിയൻ ടാസ്ക്കാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇതാണ് VD സതീശൻ പറഞ്ഞ 5 ജില്ലകളിലെ ക്ലീൻ സ്വീപ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. ഇതിനും അപ്പുറത്തേക്ക് വലിയൊരു സ്വീപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് എറണാകുളത്തൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ ഒരു 37-38 എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജയം കുറേ കൂടി അനായാസകരമാകും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല.